സുരേഷ് ഗോപി 2 കസേര, സാധാരണ പ്ലാസ്റ്റിക് കസേര. ഇതെൻ്റെ ആരോഗ്യത്തിന് ഈ കസേരയാണ് നല്ലത്. ഞാൻ അനുഭവിക്കുന്ന ഒരു നടുവേദനയ്ക്ക് ഇതെനിക്ക് നല്ലതാണ്. പക്ഷെ കുഷനൊക്കെ ഇട്ട സോഫയിൽ ഇരുന്നിടത്തു നിന്നെല്ലാം എഴുന്നേറ്റ് എനിക്ക് പലപ്പോഴും നിങ്ങൾ ഇടുപ്പിന് ഞാൻ കൈ കൊടുത്ത് നടക്കുന്നത് കാണേണ്ടി വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഒരു മൗലിക അവകാശമല്ലേ? എന്നാൽ എൻ്റെ കൂടുള്ളവർക്ക് ഇത് ഒഴിവാക്കാനായി ആദ്യം തന്നെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് കരുതി ഇങ്ങനെ 2 ഞാൻ പട്ടമത്തെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഈ 2 കസേര അവിടെ ഒരുക്കിയിട്ടാൽ ഇനി നോക്കിയോ, ഇന്ന് നടക്കുന്ന പരിപാടിയിലും കുഷനിട്ട് കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് ഞാൻ ചെന്ന് നിന്ന് അത് മാറ്റിക്കണം. എനിക്ക് എൻ്റെ ആരോഗ്യം നോക്കിയേ മതിയാവും. ഞാൻ നോക്കുന്നത് എനിക്ക് തന്നിട്ടുള്ള കേരളത്തിലെ 140 സീറ്റിനപ്പുറം പോണ്ടിച്ചേരിയിൽ, പുതുച്ചേരിയിലുള്ള പ്രചരണം, തമിഴ്നാട്ടിലെ പ്രചരണം, അതിൽ വളരെ ദൂരെ എത്താനുള്ള കാഠിന്യമേറെയുള്ള ഉദകമണ്ഡലത്ത് വരെ എത്തണം, ഊട്ടി. അപ്പോൾ അതിലേക്ക് ഇവിടുത്തെ ഒരു സോഫയിലിരുന്ന് എൻ്റെ നടുവൊടിച്ചാൽ ആ ഉദ്യമം, എൻ്റെ ദൗത്യം തടസ്സപ്പെടാൻ എനിക്ക് അനുവദിക്കാനൊക്കത്തില്ല. ഇത് മനസ്സിലാവുന്ന എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാക്കുന്നവരും രാഷ്ട്രീയ മുതലാളിമാരുടെ പണം പറ്റി തിന്നുന്നവരാണെങ്കിൽ വക്രമേ കാണും, വക്രമേ പ്രചരിപ്പിക്കും. എന്നെ ഇന്ന് 5 മണിക്ക് ഉണർത്തി 6:30 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട് 6:50 ഇവിടെ ഞാൻ എത്തി 7 മണിക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ അത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്തെങ്കിൽ 6:20 ഞാൻ അന്തിക്കാട് എത്തുമ്പോൾ 6:40 ഞാൻ എത്തുമ്പോൾ വിളിച്ച് അരമണിക്കൂർ കൂടി വൈകി എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് വരേണ്ടത്? 7-നല്ല 7:30 എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ കാലത്ത് 5 മണി തൊട്ടുള്ള എൻ്റെ ഒരു ഒരു സപര്യ, അത് ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ, മുകുന്ദൻ എന്നേക്കാൾ ചെറുപ്പമാണെങ്കിലും എനിക്കെപ്പോഴും കാണുമ്പോൾ ഒരു വലിയേട്ടൻ്റെ ലുക്കാണ് അദ്ദേഹത്തിനുള്ളത്. 2 കാര്യങ്ങൾ. ഒന്ന്, രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യം. അദ്ദേഹം ജീവിതത്തിൽ നിന്ന്, ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നാണ് ഇന്നൊരു പക്ഷേ അദ്ദേഹം CPI ആണെങ്കിലും CPM-ല് വർത്താനം, അത് നിങ്ങൾ ഭാഷണമെന്ന് പറയും, പ്രസംഗം എന്ന് പറയും, രാഷ്ട്രീയ പ്രസംഗം എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വർത്താനത്തിലെ ശക്തി എന്ന് പറയുന്നത് അത് അതിൻ്റെ കാമ്പുള്ള, കഴമ്പുള്ള കോണ്ടന്റ്, അതിൻ്റെ ഉൾക്കരുത്ത് കൊണ്ടുമൊക്കെ അദ്ദേഹത്തെ വലിയ രൂപത്തിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകുന്ദൻ എന്ന് പറയാൻ പ്രായം കൊണ്ട് അവകാശമുണ്ടെങ്കിലും അങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് മുകുന്ദേട്ടൻ എന്ന് പറയുന്നു. ഇപ്പം ഞാൻ സത്യേട്ടൻ്റെ വീട്ടിൽ പോയി ഇറങ്ങിയപ്പോൾ അദ്ദേഹം എനിക്ക് ഇതൊന്നും തരുമോ, വീടുകളിൽ കൊടുക്കുന്ന ഒരു പാംഫ്ലെറ്റ്? ഇതൊക്കെയാണ് കൃത്യത. അതൊരെണ്ണം ഇവിടെ വെച്ചിരിക്കണം അല്ലേ? നമ്മളൊരു പ്രചരണ യോഗത്തിന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം നമ്മുടെ കൈവശം എപ്പോഴും വളരെ ഹാൻഡി ആയിട്ട് വെക്കുക എന്ന് പറയുന്നത് OCDയുടെ പ്രശ്നമാണ്. OCD മനസ്സിലാവില്ല അല്ലേ? അതൊരു ഒബ്സഷനാണ്. അപ്പോൾ എന്തുകൊണ്ട്, ഇതിനകത്ത് ഒരു സംക്ഷിപ്തം, അതാണ് സത്യേട്ടൻ പറഞ്ഞത്. ഞാനിന്ന് പ്രചരണ ഭാഷണം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. എന്തുകൊണ്ട് മുകുന്ദൻ എന്ന് പറയുന്ന ചോദ്യം നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം. എന്തുകൊണ്ട് വീണ്ടും മുകുന്ദൻ എന്ന് നിങ്ങൾ വീണ്ടും ചോദിക്കണം. ഞാനിത് എന്നോട് ചോദിച്ച് ഞാൻ പറയുന്നു, എന്തുകൊണ്ടും CC മുകുന്ദൻ.
എനിക്ക് ആ ഉത്തരമാണ് കണ്ടെത്താൻ സാധിച്ചത്. നിങ്ങൾക്കതേ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ താമര ചിഹ്നത്തിൽ വോട്ടുകൾ വിചാരിക്കാത്ത ഹൃദയങ്ങളിൽ, വിരലുകളിൽ നിന്നല്ല ഹൃദയങ്ങളിൽ നിന്ന് പതിഞ്ഞ് കുറഞ്ഞതൊരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CC മുകുന്ദൻ നാട്ടിക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരിക്കും, ഉറപ്പ്. എന്തുകൊണ്ട് CC മുകുന്ദൻ ആവില്ല? നിങ്ങൾ അതിനൊരു ഉത്തരം നൽകൂ. എതിർ കക്ഷികളും ഉത്തരം നൽകൂ. എതിർ കക്ഷികൾ പ്രധാനികൾ ആരാണ്? അദ്ദേഹത്തിന്റെ കൂടെ ഇന്നലെ വരെ തോളോട് തോൾ ചേർന്ന് നിന്ന് ഇന്ന് ഒരു വലിയ പ്രകൃതി ദൈവം അതിന്റെ പക്കത്താണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഞാനിത് ഒരാൽത്തറയായിട്ടാണ് കാണുന്നത്. എൻ്റെ കലുങ്ക് ആൽത്തറ സംഗമങ്ങളുടെ പുനരാരംഭമാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. ഇതും ശ്രീ CC മുകുന്ദനുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. ഇത് ആദ്യത്തെ പരിപാടി വെച്ചത് പുള്ള് ഗ്രാമപഞ്ചായത്തിലാണ്. അവിടെയാണ് ശ്രീ CC മുകുന്ദൻ അറിയെ അദ്ദേഹത്തിന്റെ തോളോട് ചേർന്ന് നിന്നിരുന്ന രാഷ്ട്രീയത്തിലെ തന്നെ വക്രങ്ങൾ ഒരു വേലായുധൻ ചേട്ടനെ അങ്ങോട്ട് ഗൂഢപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പാവത്തിനെ തള്ളിവിട്ടത്. അത് ഈ കലുങ്കിനെ തകർക്കാനായിരുന്നു. നാളെ ഇപ്പോ മാന്യത കൊണ്ട് അദ്ദേഹം അതിന്റെ പിന്നിലെ സത്യമൊന്നും പറയില്ല. ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പല സത്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ നാളെ പറയും. MLA മുകുന്ദനായി നിന്നുകൊണ്ട് ഈ നാട്ടുകാരോടല്ല, കേരളത്തിന്റെ ജീർണിച്ച ഭരണ രാഷ്ട്രീയ വ്യവസ്ഥ കഴിഞ്ഞ് 50 വർഷത്തെയെങ്കിലും വിലയിരുത്താനും നിങ്ങളെ സത്യസന്ധമായി എന്ന് പറയുന്ന വാക്ക് സ്വർണ്ണ ലിപികളിൽ എഴുതണം. സുതാര്യത, അഴിമതി രാഹിത്യം, ഇതിന്റെ മുദ്രയാണ്